അതിർത്തിയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയാണ് ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ പകയ്ക്കുന്നു. സാംബയിൽ 7 ജയ്ഷി ഭീകരരെ ഭാരതം വധിച്ചു. ഏത് ഹീനനീക്കവും ശക്തമായി ചെറുക്കുമെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ വിലയിരുത്തി ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ അടിയന്തര യോഗം പുരോഗമിക്കുന്നു. സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ, സേനാ മേധാവിമാർ അടക്കം പങ്കെടുക്കുകയാണ്. എസ് നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദൻ, കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുന്നു. കാരണം ഇനി വരുന്ന മണിക്കൂറുകൾ കൂടുതൽ നിർണായകം. കാരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രകോപനം ഉണ്ടായിരിക്കുന്നു. അതിർത്തിയിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കുകയാണ്. മാത്രവുമല്ല, ജനങ്ങൾക്ക് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും കൂടി ഇനി വരുന്ന ഘട്ടങ്ങളിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. പ്രധാനമായും സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം, കരസേനയെ സംബന്ധിച്ചിടത്തോളം 7 സൈനിക കമാൻഡുകളാണുള്ളത്. ഒന്ന് നോർത്തേൺ കമാൻഡാണ്, അത് ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂറാണ് അതിൻ്റെ ആസ്ഥാനം. ഒപ്പം തന്നെ വെസ്റ്റേൺ കമാൻഡിൻ്റെ ആസ്ഥാനം ഹരിയാനയിലെ ചണ്ഡീഗഡിന് സമീപമാണ് വെസ്റ്റേൺ കമാൻഡ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ പടിഞ്ഞാറൻ ഭാഗത്ത് വീണ്ടും ഒരു കമാൻഡ് കൂടിയുണ്ട്, അത് വെസ്റ്റേൺ സൗത്ത് കമാൻഡ് എന്നുള്ള ഒരു കമാൻഡ് കൂടിയുണ്ട്. ഒപ്പം തന്നെ സദേൺ കമാൻഡ്, പൂനെ ആസ്ഥാനമായി സദേൺ കമാൻഡ് പ്രവർത്തിക്കുന്നു. ഈസ്റ്റേൺ കമാൻഡ് പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ ലക്നൗ കേന്ദ്രീകരിച്ച് സെൻട്രൽ കമാൻഡും ഷിംല കേന്ദ്രീകരിച്ച് ട്രെയിനിങ് കമാൻഡും, അങ്ങനെ 7 കമാൻഡാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സദേൺ കമാൻഡിൽ നിന്നും അതേപോലെ തന്നെ ഈസ്റ്റേൺ കമാൻഡിൽ നിന്നും ഒക്കെ തന്നെ സൈനികരുടെ ഒരു നീക്കം ഇപ്പോൾ ഈ നോർത്തേൺ കമാൻഡിലേക്കും ഒപ്പം തന്നെ വെസ്റ്റേൺ കമാൻഡിലേക്കും ഇപ്പോൾ കൂടുതലായി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് പ്രധാനമായും നോർത്തേൺ കമാൻഡിൻ്റെ ജമ്മു കാശ്മീരും ചൈനയും ഇവിടെ അതിർത്തി സംരക്ഷിക്കുക, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് നോർത്തേൺ കമാൻഡിൻ്റെ ലക്ഷ്യം. വെസ്റ്റേൺ കമാൻഡ് രാജസ്ഥാൻ്റെ ഒരു ഭാഗവും അതേപോലെ തന്നെ ഈ മറ്റ് പഞ്ചാബ് അടങ്ങുന്ന മുഴുവൻ ഈ ഭാഗങ്ങളും കവർ ചെയ്യുന്നതാണ് വെസ്റ്റേൺ കമാൻഡ്. ഈ 2 മേഖലയിലേക്ക് ഇപ്പോൾ കൂടുതലായും ഈ വെസ്റ്റേൺ കമാൻഡിൻ്റെയും അതേപോലെ തന്നെ നോർത്തേൺ കമാൻഡിൻ്റെയും കീഴിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇത്തരം ഒരു ആക്രമണം കൂടുതലായി വർദ്ധിച്ചു വരുന്ന, അല്ലെങ്കിൽ അവിടേക്കാണ് കൂടുതൽ ഡ്രോൺ അടക്കമുള്ളവ ഈ പാകിസ്ഥാൻ പരീക്ഷിക്കുന്നത്. ഈ മേഖലകളിലേക്ക് മറ്റ് കമാൻഡുകളിൽ നിന്നുമുള്ള സൈന്യത്തെ കൂടുതലായി ഈ മേഖലകളിലേക്ക് വിന്യസിച്ച് അതിർത്തി കൂടുതൽ ബന്ദോസാക്കുവാൻ വേണ്ടി, ഒപ്പം തന്നെ ആയുധങ്ങൾ കൂടി എല്ലാ കമാൻഡിൻ്റെയും പക്കൽ കൃത്യമായി ആയുധങ്ങൾ ഡിവൈഡ് ചെയ്ത് നൽകിയിട്ടുണ്ട്. അവരുടെ പക്കലുള്ള ആയുധങ്ങൾ കൂടി ഈ കമാൻഡിലേക്ക് ഇവിടേക്ക് നീങ്ങുവാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മുഴുവൻ സൈനികരോടും അവധി ക്യാൻസൽ ചെയ്ത് വീണ്ടും സർവീസിൽ തിരികെ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി. അതേപോലെ തന്നെ CRPF ജവാന്മാരോടും CRPF ആഭ്യന്തര മന്ത്രാലയവും അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതേപോലെ തന്നെ CISFലും സമാനമായ രീതിയിൽ അവധികൾ വെട്ടിച്ചുരുക്കുവാൻ വേണ്ടി, അതേപോലെ തന്നെ ഭാരതത്തിലെ മുഴുവൻ എയർപോർട്ടുകളുടെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരിക്കൽ കൂടി വിലയിരുത്തി ആവശ്യമായ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയും ഒരു സ്റ്റെപ്പ് കൂടി കടന്നുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ വേണ്ടിയുമുള്ള നിർദ്ദേശമാണ് ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ DGക്ക് നൽകിയത്. അതനുസരിച്ച് ഭാരതത്തിലെ മുഴുവൻ എയർപോർട്ടുകളുടെയും സുരക്ഷാ ക്രമീകരണങ്ങളടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട വ്യവസായശാലകളുടെയും ആണവ നിലയങ്ങളുടെയും ഒക്കെ തന്നെ, അല്ലെങ്കിൽ മറ്റ് പവർ ഗ്രിഡ് പോയിന്റുകളുടെയും ഒക്കെ തന്നെ സുരക്ഷ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലാണ്. അവരുടെ DGയുമായി ഇന്ന് രാവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി ഇത്തരം തന്ത്രപ്രധാന മേഖലകളിലും സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അതായത് ഏത് രീതിയിലുള്ള ആക്രമണത്തെയും ചെറുക്കാൻ ഭാരതം സുസജ്ജമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങളോട് കരുതിയിരിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം പ്രത്യേകിച്ച് 5 ജില്ലകളിൽ ജമ്മു കാശ്മീർ, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ ജനങ്ങളോട് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിർത്തി മേഖലയിലുള്ള അതിർത്തി ജില്ലകൾ ഉള്ള ഈ സംസ്ഥാനങ്ങളിലെ അതിർത്തി ജില്ലകളിലെ ജനങ്ങൾ, അവർക്ക് കൂടുതൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, സിവിൽ ഡിഫൻസിൻ്റെ ആണെങ്കിലും അതേപോലെ തന്നെ ആർമിയുടെ ആണെങ്കിലും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പ്രത്യേക പരിശീലനം നൽകുന്നു എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള എയർ സ്ട്രൈക്കുകൾ ഉണ്ടായാൽ, എയർ അറ്റാക്കുകൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും, അത്തരം മുൻകരുതലുകൾ ജനങ്ങളെ അതിനെ അവബോധന്മാരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ അത്തരം പ്രത്യേക പരിശീലനങ്ങൾ, ട്രെയിനിങ് ലഭിച്ചവർ ഈ അതിർത്തി ജില്ലകളിലെത്തി കൃത്യമായി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭാരതത്തിൽ എല്ലാ രീതിയിലും സുസജ്ജമായി ഭാരതം ഇത്തരം പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനും പ്രത്യാക്രമണം നടത്തുവാനും ഭാരതം സുസജ്ജമായി നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ഇനി എടുക്കുന്ന നിലപാടുകൾ അതായിരിക്കും പാകിസ്ഥാൻ്റെ ഭാവി നിർണ്ണയിക്കുക. പാകിസ്ഥാൻ എന്നുള്ള രാഷ്ട്രം ഇനി തുടർന്ന് ഈ ദിവസങ്ങൾക്കപ്പുറം കടന്ന് 2025 കടന്ന് മുന്നോട്ട് പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് അത് പാകിസ്ഥാൻ തന്നെയാണ്.
പാകിസ്ഥാൻ ആയുധം താഴെ വെക്കാതെ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറല്ല എന്നുള്ളത് ഭാരതം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. നിരന്തരം ഈ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് BSF ഔട്ട് പോസ്റ്റുകളിലേക്കും സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ അത് ഒരു തരത്തിലും ഭാരതത്തിന് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചാണ് ഭാരതം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയുധം താഴെ വെക്കാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കോ ചർച്ചകൾക്കോ അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുവാനോ ഭാരതം തയ്യാറല്ല എന്നുള്ള നിലപാടിൽ ഭാരതം ഉറച്ചു നിൽക്കുന്നു. അതേ നിലപാടാണ് ബന്ധപ്പെട്ട് ലോകബാങ്കിന്റെ പ്രതികരണം വരുന്നു. ലോകബാങ്ക് മേധാവി അറിയിച്ചിരിക്കുന്നത് ലോകബാങ്കിന് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ഇടപെടാൻ സാധിക്കില്ല, ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് ലോകബാങ്ക് എന്ന് അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലോകബാങ്ക് മേധാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യവുമെല്ലാം ഉണ്ടായിരുന്നു. അകത്തും പുറത്തും പ്രതിരോധത്തിലാണ് പാകിസ്ഥാൻ. യാതൊരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുകയാണ്. പക്ഷേ എന്നാലും പ്രകോപനം അഴിച്ചുവിടുന്നു പാകിസ്ഥാൻ പല ഘട്ടങ്ങളിലും. എന്നാൽ പാകിസ്ഥാന്റെ എല്ലാ പ്രകോപനവും ചെറുക്കുകയാണ് ഭാരത സൈന്യം. പഞ്ചാബിലെ കൃഷിയിടത്തിൽ നിന്ന് പാക് മിസൈൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ദീർഘദൂര ചൈനീസ് മിസൈലാണ് കണ്ടെത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ മിസൈലുകൾ തകർത്തെറിഞ്ഞിരിക്കുന്നു ഭാരത സൈന്യം. കൂടുതൽ കരുത്തോടെ ഭാരത സൈന്യം അതിർത്തിയിൽ നിൽക്കുന്നു. കൂടുതൽ സൈനികരെ അതിർത്തിയിൽ വിന്യസിക്കുകയാണ്. എന്നാൽ ഇനി വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. കൂടുതൽ തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. നന്ദൻ, ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്? ഈ ഒരു ഘട്ടത്തിൽ രഹസ്യ സ്വഭാവമാണ് എല്ലാത്തിനും. കൂടുതൽ ഈ ഒരു ഘട്ടത്തിലൊന്നും പുറത്തേക്ക് വരാനുള്ള സാധ്യത ഇല്ല. എന്നാൽ പോലും ജനങ്ങൾക്ക് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക സൂചിപ്പിച്ച പോലെ തന്നെ ഈ രഹസ്യമായ ചർച്ചകൾ അല്ലെങ്കിൽ ആ ചർച്ചയുടെ രഹസ്യ സ്വഭാവം അങ്ങനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മാധ്യമങ്ങൾക്ക് ഒരു തരത്തിലുള്ള സൂചനകളും ഇത് സംബന്ധിച്ച് നൽകുന്നില്ല എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ബാക്കിയുള്ളതൊക്കെ അവ്യൂഹങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. ചില സൂചനകൾ ഈ ഡിഫൻസുമായി ബന്ധപ്പെട്ട പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ ചില സൂചനകൾ നൽകുന്നത് പ്രകാരം മാത്രമുള്ള അറിവുകൾ മാത്രമാണ് നമുക്ക്. അത്തരം ആ ഒരു വിഷയങ്ങളിൽ വളരെ പരിമിതമായ ഒരു അറിവ് മാത്രമാണ് എല്ലാ മാധ്യമങ്ങൾക്കും അടക്കമുള്ളത്. പ്രത്യേകിച്ച് വളരെ രഹസ്യമായി തന്നെ ഇത് കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു വിഷയമാണ്. മാധ്യമങ്ങൾ ഇത്തരം ദൃശ്യങ്ങൾ പോലും നൽകി രാജ്യത്തെയും സൈന്യത്തെയും ഒക്കെ തന്നെ അപകടപ്പെടുത്താൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത്തരം ചർച്ചകളുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരാതിരിക്കുവാൻ വേണ്ടി പരമാവധി ഇത്തരം പ്രതിരോധ മന്ത്രാലയം ഇത്തരം മന്ത്രാലയങ്ങൾ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം തന്നെ ലഭ്യമായ വിവരങ്ങൾ, അതായത് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നും ലഭ്യമായ സൂചനകൾ അനുസരിച്ച് ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഭാരതം ഒരു ഘട്ടത്തിലും എത്തപ്പെടത്തില്ല എന്നുള്ളതാണ്. നിലവിൽ ഈ അതിർത്തി മേഖലകളിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇപ്പോൾ പഞ്ചാബിലെയും അതേപോലെ തന്നെ പഞ്ചാബിലെ പാടങ്ങളിൽ നിന്നും അമൃത്സറിന് സമീപമുള്ളതും പത്താൻകോട്ടിന് സമീപമുള്ള പാടങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജയ്സാൽമീറിലടക്കം ചില സസ്പീഷ്യസ് ആയിട്ടുള്ള ചില വസ്തുക്കൾ കണ്ടെത്തി എന്നുള്ള വിവരങ്ങളുണ്ട്. ഇതെല്ലാം ഇന്നലെ രാത്രിയിലെത്തിയ ഡ്രോണിൽ ഘടിപ്പിച്ച മിസൈലുകളുടെ ആയിരുന്നു. ഭാരതം അത് കൃത്യമായി എല്ലാ നീക്കങ്ങളെയും ഭാരതം ചെറുത്ത് തോൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മുളയിലെ നുള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട്. പാകിസ്ഥാനെ ഭാരതം വിറപ്പിക്കുന്നു. ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ പകച്ചു നിൽക്കുകയാണ്. സാംബയിൽ 7 ജയ്ഷെ ഭീകരരെ വധിച്ചു. ഏത് ഹീന നീക്കവും ശക്തമായി ചെറുക്കുമെന്ന് സൈന്യം അറിയിച്ചിരിക്കുന്നു. സാഹചര്യങ്ങൾ വിലയിരുത്തി ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ അടിയന്തര യോഗമാണ് പുരോഗമിക്കുന്നത്. സംയുക്ത സൈനിക മേധാവി അടക്കം യോഗത്തിൽ പങ്കെടുക്കുകയാണ്. രാജ്നാഥ് സിംഗ്, നരേന്ദ്രമോദി കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്.